ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അനാലിസിസ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം ഡാറ്റ അനാലിസിസിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസും സെക്കൻഡ് പാർട്ടിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഡാറ്റ, അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന് മുന്നേ എന്താണ് ഡാറ്റ അനാലിസിസ് എന്നുള്ളത് നോക്കാം. അപ്പം ഇൻ ജനറൽ ഇറ്റ് മീൻസ് എക്സാമിനിങ്, സോർട്ടിങ്, കാറ്റഗറൈസിങ്, കമ്പയറിങ്, സിന്തസൈസിങ്, evaluating and contemplating the coded data as well as reviewing the raw and reviewed data. That means നമ്മളിപ്പം ഒരു റിസർച്ചിലൂടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റഡിയിലൂടെ നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ഷൻ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒബ്സർവേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പം കണ്ടൻറ് അനാലിസിസിലൂടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കണ്ടൻസുകൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് സൈക്കോളജിക്കൽ സ്കെയിൽസുകൾ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഡാറ്റകൾ കളക്ട് ചെയ്യും അല്ലേ. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത് അതിന് ശേഷമുള്ള കോഡഡ് ഡാറ്റ നമ്മളിപ്പോൾ സ്പേസിലേക്ക് മാറ്റി, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മൾ കോഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് സ്പേസിൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റനെ റോ ഡാറ്റനെ മാറ്റുന്നത്. അല്ലെങ്കിൽ റോ ഡാറ്റനെ ഇപ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ, ഇപ്പോൾ കണ്ടൻറ് അനാലിസിസ് ഒക്കെയാണ് അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു റിവ്യൂ, ആ റിവ്യൂ എന്ന് പറയുന്നതായിരിക്കും നമ്മളെ ഡാറ്റ അല്ലേ. ഇപ്പം വേറൊരു സ്റ്റഡി എന്ന് പറയുന്നതായിരിക്കും നമ്മളെ ഡാറ്റ. അപ്പം ആ ഡാറ്റ അല്ലെങ്കിൽ കോഡ് ഡാറ്റനൊക്കെ ഒന്നും കൂടെ എക്സാമിൻ ചെയ്ത് അത് ക്ലാസിഫൈ ചെയ്ത് സോർട്ട് ചെയ്ത് അതിനെ ചിലപ്പോൾ കാറ്റഗറീസൊക്കെ ആക്കി മാറ്റി എന്നിട്ട് കമ്പാരിസൺ ചെയ്ത് കമ്പയർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഡാറ്റ അനാലിസിസ്. ഈ പ്രോസസ്സിലൂടെ ആയിരിക്കും നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താം അല്ലേ. അപ്പം നമ്മൾ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അല്ലെങ്കിൽ കോഡഡ് ഡാറ്റ അല്ലെങ്കിൽ റോ ഡാറ്റേനൊക്കെ നമ്മൾ ഒന്നും കൂടി ഇരുന്ന് അത് സോർട്ട് ചെയ്ത്, ഇപ്പോൾ ഒരുപോലെയുള്ളതൊക്കെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് തമ്മിലുള്ള കാറ്റഗറീസ് ആക്കി മാറ്റുക, കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഇപ്പം സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസൊക്കെ ആക്കിയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ, എന്നിട്ട് അതിലൂടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഡാറ്റയാണ് ഫസ്റ്റ് പാർട്ടിൽ പറയാൻ പോകുന്നത്. എന്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഡാറ്റ? ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഡാറ്റ നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ന്യൂമറിക്കൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ നമ്മളിപ്പം ഹ്യൂമൻ ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ നേച്ചർ ബേസിലായിരിക്കും നമ്മൾ ഒരു ക്വാളിറ്റി ബേസിലായിരിക്കും നമ്മൾ അനാലിസിസ് നടത്തുക. അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് മെയിൻലി എക്സ്പ്ലോർ സോഷ്യൽ ഫിനോമിന ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് വിത്തിൻ നാച്ചുറൽ സെറ്റിങ്സ് വെൻ കമ്പയർഡ് ടു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. നമ്മൾ കുറച്ചും കൂടെ സോഷ്യൽ ഫിനോമിനൻ അല്ലെങ്കിൽ സോഷ്യൽ എക്സ്പീരിയൻസുകൾ, സോഷ്യൽ പ്രോസസ്സുകളൊക്കെ അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിനൊക്കെ കൂടുതലായിട്ടും നാച്ചുറൽ സെറ്റിങ്സിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ സോഷ്യൽ ഫിനോമിനനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ്, ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയേഴ്സോ എക്സ്പീരിയൻസോ ഒക്കെ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് കുറച്ചും കൂടി നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സെറ്റിംഗ് അല്ലെങ്കിൽ നാച്ചുറൽ സെറ്റിങ്സിലായിരിക്കും കൂടുതൽ നമ്മൾ ആ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു ലബോറട്ടറി അങ്ങനെയുള്ള എക്സ്പെരിമെൻ്റൽ ഫീൽഡിൽ നിന്നും മാറി ഒന്നും കൂടെ നാച്ചുറൽ സെറ്റിങ്സിലായിരിക്കും നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റകൾ കളക്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പം qualitative researchers mainly concentrate upon social life in natural settings. സോ നമ്മൾ എപ്പോഴാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്? ഇങ്ങനെയുള്ള ഡാറ്റകൾ, അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ്
മെത്തേഡിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്നുണ്ടാവുക. എസ്പെഷ്യലി ആ ഡാറ്റകൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ലൈഫ് ഇൻ നാച്ചുറൽ സെറ്റിങ്സ്. നമ്മളിപ്പം കൂടുതലായിട്ടും പഠിക്കുന്നുണ്ടാവുക നാച്ചുറൽ ലൊക്കേഷൻസിൽ അല്ലെങ്കിൽ നാച്ചുറൽ സെറ്റിങ്സിൽ നടക്കുന്ന ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ സോഷ്യൽ ഫിനോമിനാസ്, സോഷ്യൽ ലൈഫുകൾ, ലൈക്ക് സോഷ്യൽ ലൈഫിന് നാച്ചുറൽ സെറ്റിങ്സിൽ നടക്കുന്ന സോഷ്യൽ ബിഹേവിയേഴ്സും സോഷ്യൽ ലൈഫിനെയും സോഷ്യൽ പ്രോസസ്സുകളെയൊക്കെ സോഷ്യൽ ഫിനോമിനാസിനൊക്കെ ആയിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ചേഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള റിസർച്ചസിലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിൽ നിന്നും അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നാച്ചുറൽ സെറ്റിങ്സിലെ ഒക്കേഷൻസിലാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചസുകൾ ചെയ്യാറുള്ളത്. സോ അങ്ങനെയുള്ള ഡാറ്റകളിലാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട അല്ലെങ്കിൽ പറയുന്ന ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൻ്റെ കുറച്ച് ടെക്നിക്സുകളാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് ഇവിടെ 7 സബ് ഹെഡിങ്സിലായിട്ട് കുറച്ച് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ടെക്നിക്സുകൾ പറയുന്നുണ്ട്. ആക്ച്വലി ഇപ്പം ഇതിൽ ഓരോന്നും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഗ്രൗണ്ടഡ് തിയറി, അങ്ങനെ ഇപ്പം ഹെർമനൂട്ടിക് അനാലിസിസ്, അങ്ങനെയുള്ള ഒരുപാട് അനാലിസിസുകളും ടെക്നിക്കുകളും ഉണ്ട്. സോ ഇത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും പഠിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് എന്താണെന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്ക്, ഗ്രൗണ്ടഡ് തിയറി അനാലിസിസ്, നറേറ്റീവ് ആൻഡ് ഹെർമനൂട്ടിക് അനാലിസിസ്, എത്നോ മെത്തഡോളജി ആൻഡ് കൺവേർഷൻ അനാലിസിസ്, ഡിസ്കോഴ്സ് അനാലിസിസ്, ഡോക്യുമെൻ്ററി ആൻഡ് ടെക്സ്റ്റുവൽ അനാലിസിസ്, യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അനാലിസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. സോ ഈ മെത്തേഡ്സൊക്കെ നമ്മൾ ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് പോലെ ഇപ്പോൾ SPSS യൂസ് ചെയ്ത് അങ്ങനെയുള്ള ഇതിൽ നിന്നും മാറി കുറച്ചും കൂടെ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസും നാച്ചറൊക്കെ കുറേ തീംസൊക്കെ ജനറേറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് കോഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിലുള്ള ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് മിക്കവാറും എല്ലാ അനാലിസിസ് മെത്തേഡിൽ അല്ലെങ്കിൽ ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു ക്വാളിറ്റി ബേസിലായിരിക്കും നമ്മളിവിടെ അനാലിസിസ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടെക്നിക്കാണ് മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്ക് മെയിൻലി നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ദിസ് ടെക്നിക്ക് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫ്രെയിംവർക്ക് ഫോർ അനലൈസിങ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. മെയിൻലി ഇത് സോഷ്യൽ ഫിനോമിന അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിലുള്ള റിലേഷൻഷിപ്പിനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ബൈ മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ഈസ് എ കോംപ്രഹെൻസീവ് സിസ്റ്റം ദാറ്റ് ഈസ് ഡയറക്റ്റഡ് അറ്റ് ട്രേസിങ് ഔട്ട് lawful and stable relationship among social phenomena. So social phenomenasiലുള്ള റിലേഷൻഷിപ്പിനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടെക്നിക്കിൽ മെയിൻലി 3 കോമ്പണൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ അനാലിസിസ് ചെയ്യുക. സോ ദ അനാലിസിസ് ഹാസ് 3 മെയിൻ കോമ്പണൻസ്. അപ്പോൾ നമ്മൾ മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്ന അനാലിസിസ് 3 കോമ്പണൻ്റ് ആയിട്ട് അല്ലെങ്കിൽ 3 പാർട്ടായിട്ടാണ് ചെയ്യുക. അതെന്ന് പറയുന്നത് ഡാറ്റ റിഡക്ഷൻ, ഡാറ്റ ഡിസ്പ്ലേ, ഡ്രോയിങ് ആൻഡ് വെരിഫൈങ് കൺക്ലൂഷൻ. സോ ഈ 3 പാർട്ടായിട്ടാണ് മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്ക് ചെയ്യുക. ദാറ്റ് ഈസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡാറ്റ റിഡക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം ഡാറ്റ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡാറ്റ കളക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂയിലൂടെ ഒരു ഡാറ്റ കളക്ട് ചെയ്തു എന്ന് വെക്കാം. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള കുറേ വെർബാറ്റിംസ് അല്ലെങ്കിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ആ ഇൻ്റർവ്യൂ ഡാറ്റ അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അതെന്ത് ചെയ്യണം, റിട്ടേൺ ഫോമിലാക്കിയിട്ട് നമ്മൾ മാറ്റും. ഓരോന്നും ഒന്നും ഇപ്പോൾ ഈവൻ ആക്ഷൻസോ നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വിടാതെ നമ്മൾ ബ്രാക്കറ്റിലൊക്കെ അത് വെച്ചിട്ട് നമ്മളത് എഴുതും അല്ലേ.
അപ്പം നമ്മളെ കയ്യിലുള്ള ഡാറ്റേനെ ട്രാൻസ്ക്രൈബ് ചെയ്ത ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെക്നിക്ക് പ്രകാരം, മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്ക് പ്രകാരം നമ്മളെ കയ്യിലുള്ള ഡാറ്റേനെ റെഡ്യൂസ് ചെയ്യണം. അതായത് നമുക്ക് ആ വലിയ ഫോമിൽ നമുക്ക് ആവശ്യമില്ല, റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഡാറ്റേനെ റെഡ്യൂസ് ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റേജ്, ഡാറ്റ റിഡക്ഷൻ സ്റ്റേജ് മെയിൻലി ഒക്കർ ഇൻ 3 സ്റ്റേജസ്, 3 സ്റ്റേജസ് ആയിട്ടാണ് വീണ്ടും ഡാറ്റ റിഡക്ഷനിൽ നടക്കുക. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കിട്ടിയ ഡാറ്റേനെ ഫസ്റ്റ് സ്റ്റേജിൽ എഡിറ്റ് ചെയ്യും. എന്തെങ്കിലും ആവശ്യമില്ലാത്തുണ്ടോ, ഇറവലവൻ്റ് ആയിട്ടുള്ളത് ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. ആൻഡ് സെഗ്മെൻറ്റിങ്, ഓരോ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒരു തീമുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആയിട്ട് മാറ്റും. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് സെഗ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കി മാറ്റും, ആ ഡാറ്റനെ കുറച്ചും കൂടി സമ്മറൈസ്ഡ് ഫോമിലാക്കി മാറ്റും. ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത് സമ്മറൈസ് ചെയ്തിട്ടുള്ള ഡാറ്റനെ രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഡാറ്റനെ കോഡ് ചെയ്ത് അതിൽ നിന്നും തീംസൊക്കെ കണ്ടുപിടിക്കുക. ഇപ്പം ഡിഫറെൻറ്റ് പാർട്ടിസിപ്പൻസ് പറഞ്ഞിട്ടുള്ള ഡാറ്റകളിൽ ഒരുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ കോൺസെപ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തീംസ് ആക്കിയിട്ട് മാറ്റുക. ആൻഡ് ക്ലസ്റ്റേഴ്സ് ഗ്രൂപ്പാക്കി മാറ്റുക. പാറ്റേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റേജ്, അതായത് ഡാറ്റ റിഡക്ഷനിൽ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് കോൺസെപ്റ്റുകളാക്കി മാറ്റി നമ്മൾ ആ ഡാറ്റനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ റിഡക്ഷനിൽ നടക്കുക. അങ്ങനെ 3 സ്റ്റേജസുകളായിട്ടാണ് ഡാറ്റ റിഡക്ഷൻ സ്റ്റേജിൽ ഉണ്ടാവുന്നത്. ഇനി അടുത്തതാണ് ഡാറ്റ ഡിസ്പ്ലേ എന്നുള്ളത്. ഡാറ്റ ഡിസ്പ്ലേയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. പല രീതിയിൽ പല ഫോംസിൽ പല മോഡൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റനെ ഗ്രാഫ്സ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുക, ചാർട്ട്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നെറ്റ്വർക്ക്സുകൾ, ഡയഗ്രാം യൂസ് ചെയ്തിട്ട്, ലൈക്ക് വെൻ ഡയഗ്രാം ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. വെൻ ഡയഗ്രാം ഒക്കെ ഇപ്പോൾ മാത്സിലൊക്കെ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്ന ഡാറ്റേനെ വെൻ ഡയഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കമേഴ്ഷ്യൽ മോഡൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റേനെ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്, വിച്ച് എനാബിൾ ദാറ്റ് ടു ബി ഓർഗനൈസ്ഡ് ആൻഡ് സമ്മറൈസ്ഡ്. അപ്പം ഈ നമ്മൾ കയ്യിലുള്ള ഡാറ്റേനെ ഒന്നും കൂടെ ഓർഗനൈസ്ഡ് ആക്കി, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി നമ്മളെ മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്കിലെ മൂന്നാമത്തെ കോമ്പണൻ്റാണ് ഡ്രോയിങ് ആൻഡ് വെരിഫൈങ് കൺക്ലൂഷൻ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എഡിറ്റിങ്ങും കോഡിങ്ങും അതുപോലെ തന്നെ കോൺസെപ്റ്റും പാറ്റേൺസും തീംസും ഒക്കെ ആക്കിയിട്ട് മാറ്റി. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, കൺക്ലൂഷൻ ഡ്രോ ചെയ്യണം. അപ്പോൾ നമ്മൾ കിട്ടിയ ആ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ അനാലിസിസിലൂടെ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. സോ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രോയിങ് കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇൻഫറൻസിലേക്ക് എത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മൈൽസ് ആൻഡ് ഹ്യൂബർമാൻസ് ടെക്നിക്കിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ടെക്നിക്കാണ് ഗ്രൗണ്ടഡ് തിയറി അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ നമ്മളിവിടെ ഒരു ഡാറ്റയിൽ നിന്നും നമ്മളൊരു തിയറി ഡെവലപ്പ് ചെയ്യാണ്. സോ ഡാറ്റയിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എന്താണോ അതിൽ നിന്നും നമ്മളൊരു പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യാണ്. സോ ഗ്രൗണ്ടഡ് തിയറി ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സോ ഗ്രൗണ്ടഡ് തിയറി മെയിൻലി നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ നിന്നും ഒരു തിയറി ഡെവലപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ക്യാൻസർ പേഷ്യൻസ് എങ്ങനെയാണ് അവരുടെ സ്ട്രെസ്സ് കോപ്പ് ചെയ്തത്, അല്ല ആ രീതിയിലുള്ള ഒരു സ്റ്റഡിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരേറ്റവും ഇപ്പം ക്യാൻസർ വന്നിട്ട് മാറിയിട്ടുള്ള പേഷ്യൻസിനെ വെച്ചിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഇപ്പം ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ അവർ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെയാണ് കോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ, അങ്ങനെയുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പം ഇതല്ലാണ്ട് ഒരുപാട് അവർ ലൈഫ് എക്സ്പീരിയൻസും അവരുടെ ചലഞ്ചസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്നും ഇപ്പം ഗ്രൗണ്ടഡ് തിയറി വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ ഡാറ്റേനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് നമ്മൾ ഓരോന്നും കോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തീംസാക്കി മാറ്റുമ്പോൾ നമുക്ക് അതിലിങ്ങനെ നോക്കും. ഇപ്പം ഗ്രൗണ്ടഡ് തിയറി പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക്
ലാസ്റ്റ് അതായത് കോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തിയറി വരികയാണ്. തിയറി എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി ഇങ്ങനെ ആവാം, ക്യാൻസർ പേഷ്യൻസിൽ കൂടുതലായിട്ടും റെസിലിയൻസ് അല്ലെങ്കിൽ റെസിലിയൻസ് ഒക്കെ ഉണ്ടാവുന്നത് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ടും ഒക്കെയാണ് അവരെ റെസിലിയൻസിലേക്ക് നയിക്കുന്നത്. അപ്പം ഈ 2 ഫാക്ടേഴ്സാണ് റെസിലിയൻസിലേക്ക് നയിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു തിയറി എന്ത് ചെയ്യുകയാണ്, ഡെവലപ്പ് ചെയ്യുകയാണ്. ഞാൻ ചെറുതായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. സോ അത്തരത്തിലുള്ള ഒരു അനാലിസിസ് ആണ് ഗ്രൗണ്ടഡ് തിയറി അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ട്രഡീഷണൽ റിസർച്ചിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഡസൻ ബിഗിൻ വിത്ത് എ പ്രീ കൺസീവ്ഡ് ഹൈപ്പോത്തിസിസ്. നമ്മളെപ്പോഴും റിസർച്ചൊക്കെ പൊതുവെ സ്റ്റഡീസൊക്കെ ഒരു ഹൈപ്പോത്തിസിസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്, അനാലിസിസ് ആണ് ഗ്രൗണ്ടഡ് തിയറി അനാലിസിസ് എന്ന് പറയുന്നത്. സോ സിംപ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ഡെവലപ്പിംഗ് തിയറി ത്രൂ അനാലിസിസ് ഓഫ് ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു തിയറി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ഗ്രൗണ്ടഡ് തിയറി അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ കീ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രൗണ്ടഡ് തിയറി? ഗ്രൗണ്ടഡ് തിയറി പ്രോസസ്സ് മെയിൻലി ഒരു 5 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡാറ്റ കളക്ഷൻ. എന്താ ഡാറ്റ കളക്ഷൻ? ഇപ്പം നമ്മൾ പറഞ്ഞു പല ഡാറ്റ കളക്ഷൻ മെത്തേഡിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇൻ്റർവ്യൂയിലൂടെ, ഒബ്സർവേഷൻസിലൂടെ, ഓൾറെഡി ഉള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യും. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോഡിംഗ് ആണ്. കോഡിംഗ് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ 3 ടൈപ്പായിട്ട് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ കോഡിംഗ് എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ ആക്സിയൽ കോഡിംഗ് ആൻഡ് തേർഡ് വൺ ഈസ് സെലക്റ്റീവ് കോഡിംഗ്. സോ ഗ്രൗണ്ടഡ് തിയറീൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആഫ്റ്റർ ഡാറ്റ കളക്ഷൻ നമ്മൾ പോകുന്നൊരു സ്റ്റേജാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഓപ്പൺ കോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ സ്മോൾ സെഗ്മെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ചെറിയ പാർട്ടായിട്ട്, ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാറില്ലേ, അപ്പം ആ ട്രാൻസ്ക്രിപ്റ്റിനെ നമ്മൾ ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുക, ബ്രേക്ക് ഡൗൺ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് സെക്കൻഡ് കോഡിംഗ് എന്ന് പറയുന്നത് ആക്സിയൽ കോഡിംഗ് ആണ്. ആക്സിയൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈ റിലേഷൻഷിപ്പ് എമംഗ് ദ കോൺസെപ്റ്റ്. അപ്പോൾ ഓപ്പൺ കോഡിംഗ് വഴി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റുകൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റേജാണ് ആക്സിയൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ഈസ് സെലക്റ്റീവ് കോഡിംഗ്, ഇൻറ്റിഗ്രേറ്റിംഗ് ആൻഡ് റിഫൈനിങ് കാറ്റഗറീസ് ടു ഫോം എ സെൻട്രൽ തിയറി. ഇപ്പം സെലക്റ്റീവ് കോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സെലക്റ്റീവ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളിൽ നിന്നും മേജറായിട്ടുള്ള കാറ്റഗറീസ്, അപ്പോൾ അതിൽ നിന്നും ഏറ്റവും കോറായിട്ടുള്ള മെയിൻ തീം അല്ലെങ്കിൽ അതിലുള്ള സ്റ്റോറി ലൈന്, ഇപ്പം നമ്മളെ ഡാറ്റയിൽ കോറായിട്ടുള്ള തീം അല്ലെങ്കിൽ അതിലെ മെയിൻ സ്റ്റോറി ലൈൻ എന്താണെന്നുള്ളത് നമ്മൾ അത് വെച്ചിട്ട്, അതായത് ആക്സിയൽ കോഡിങ് വഴി നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കി, എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിലുള്ള മെയിൻ കാറ്റഗറീസ്, കോറായിട്ടുള്ള കാറ്റഗറീസ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതിൽ നിന്നുമാണ് നമ്മളൊരു കൊഹറൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ തിയറി എന്ത് ചെയ്യുന്നത്, എമേർജ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു സ്റ്റേജിലൂടെ കോറായിട്ടുള്ള ഒരു കാറ്റഗറി കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ബേസിലായിരിക്കും നമ്മളൊരു കൊഹറൻ്റ് തിയറി ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ ഇത്രയാണ് കോഡിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് കമ്പാരിറ്റീവ് മെത്തേഡാണ്. കോൺസ്റ്റൻറ്റ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മളെ കയ്യിലുള്ള ഡാറ്റനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. നമ്മൾ കോഡ് ചെയ്തിട്ടുള്ള ഡാറ്റേനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്നും കാറ്റഗറീസ് അല്ലെങ്കിൽ പാറ്റേൺസ് ഒക്കെ നമ്മൾ റിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് ഈ പാറ്റേണോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കോഡിങ് വഴി
കണ്ടുപിടിച്ചുള്ള കോൺസെപ്റ്റുകളും കാറ്റഗറീസുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ പാറ്റേൺസും തീംസൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ പാറ്റേൺസും തീംസൊക്കെ നമുക്ക് എമേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ കോൺസ്റ്റൻറ്റ് കമ്പാരിറ്റീവ് മെത്തേഡാണ് പിന്നെ നമ്മൾ ചെയ്യുക. ദെൻ പിന്നെ നമ്മളതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ് തിയററ്റിക്കൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. തിയററ്റിക്കൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു 5 ഇൻ്റർവ്യൂ ഡാറ്റ കളക്ട് ചെയ്തു ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുമ്പോൾ ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യുകയാണല്ലോ. സോ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തോ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമുക്കൊരു ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒരു ഡാറ്റ കൂടെ കളക്ട് ചെയ്യുക, വേറെ ആളെ പോയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ അണ്ടിൽ ഒരു തിയററ്റിക്കൽ സാച്ചുറേഷൻ എത്തുന്നത് വരെ ഇനി ഒന്നും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും എമേർജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഇനി ഇല്ല എന്ന് ഫീൽ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തിയററ്റിക്കൽ സാമ്പിളിൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ സാച്ചുറേഷൻ എന്ന് പറയുക. സോ നമ്മൾ ആ ഡാറ്റ തിയററ്റിക്കൽ സാച്ചുറേഷനിൽ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ അത് കുറച്ചും കൂടെ നമ്മൾ ഗ്രൗണ്ടഡ് തിയറിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അടുത്ത സ്റ്റേജാണ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജാണ് തിയറി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും പ്രോസസ്സിലൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡാറ്റയിൽ നിന്നും നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ടഡ് തിയറി നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഫീൽഡ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഫീൽഡിൽ, അതുപോലെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ, സോഷ്യൽ സയൻസസിലെ ആൻഡ് ഓർഗനൈസേഷണൽ സ്റ്റഡീസിലൊക്കെ നമ്മൾ ഈ ഗ്രൗണ്ടഡ് തിയറി മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ടെക്നിക്കാണ് നെറേറ്റീവ് ആൻഡ് ഹെർമന്യൂട്ടിക് അനാലിസിസ് എന്ന് പറയുന്നത്. 2 ടെക്നിക്കാണ്, ഡിഫറെൻറ്റ് എന്നാൽ കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള. ഓക്കെ, അപ്പം നെറേറ്റീവ് ആൻഡ് ഹെർമന്യൂട്ടിക് അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് ഈ 2 ടെക്നിക്കും നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. മെയിൻലി ഈ 2 ടെക്നിക്കും ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസിൻ്റെ, അതേപോലെ തന്നെ ഹ്യൂമൻ എക്സ്പീരിയൻസ് നമ്മൾ ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന, അതിൻ്റെ മീനിങ്സ് കൂടുതൽ നമ്മളൊരു സോഷ്യൽ സെറ്റിങ്സിൽ അല്ലെങ്കിൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലൊക്കെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് നറേറ്റീവ് ആൻഡ് ഹെർമന്യൂട്ടിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹ്യൂമൻ എക്സ്പീരിയൻസിന് മെയിൻലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്സ് കണ്ടുപിടിക്കുന്നത് കുറച്ചും കൂടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ്. ഓക്കെ, സോ എന്താണ് ഈ നറേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? നറേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ പാർട്ടിസിപ്പൻസ് സബ്ജക്ട്സ് തരുന്ന സ്റ്റോറീസ് അല്ലെങ്കിൽ അവർ പറയുന്ന സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ അവർ പറയുന്ന എന്തെങ്കിലും സ്റ്റോറീസ് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓട്ടോബയോഗ്രഫിയിൽ ഇപ്പോൾ ലൈഫ് ഹിസ്റ്ററീസൊക്കെ പറയുന്ന കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ഒരു സ്റ്റോറി ആയിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക. സോ ഇപ്പോൾ അതൊരു പെർട്ടിക്കുലർ സ്റ്റോറി മാത്രമായിരിക്കില്ല നമ്മൾ കയ്യിൽ ഡാറ്റ ഉണ്ടാവുക. ഒരു ഇൻ്റർവ്യൂവിൽ പല ഡാറ്റകളും തന്നതിന് പകരം അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു സ്റ്റോറി ലൈൻ പോലെ പറഞ്ഞിട്ടുണ്ടാവാം, ഓട്ടോബയോഗ്രഫിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ലൈഫ് ഹിസ്റ്ററീസ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നെറേറ്റീവ് അനാലിസിസ് പൊതുവേ ചെയ്യുക. സോ ഇതിലൊക്കെയുള്ള സ്റ്റോറീസ് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സാമിൻ ചെയ്യാണ്. ഓക്കെ, അപ്പം അത് മേ ബി ഓറൽ ഫോമിലാവാം. ഇപ്പോൾ ഒരാൾ ഓറലി പറഞ്ഞിട്ടുള്ളതാവാം, അല്ലെങ്കിൽ റിട്ടൺ ടെക്സ്റ്റ് പോലെ എഴുതിയിട്ടുള്ളതാവാം. അപ്പം അതിലൊക്കെയുള്ള ആ ഒരു നെറേഷൻ്റെ മീനിങ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറേറ്റീവ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പം നെറേറ്റീവ് അനാലിസിസിൽ മെയിനായിട്ട് 3 ഡിഫറെൻറ്റ് ടൂൾസുകൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നെറേറ്റീവ് അനാലിസിസിൽ മെയിൻലി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്യുക. സോ ഒന്നാമത്താണ് പാത്ത് ഡിപ്പെൻഡൻസി. ഇപ്പം ആ സ്റ്റോറി ലൈൻ
ഔട്ട്ലൈന് പറയുന്ന സമയത്ത് ഹൗ പാസ്റ്റ് ഈവൻറ്റ് ഷേപ്പ് കറണ്ട് നെറേറ്റീവ്സ്, അപ്പോൾ ആൾ പറയുന്ന നെറേറ്റീവ്സിൽ എത്രത്തോളം പാസ്റ്റ് ഈവൻസിന് ഇൻഫ്ലുവൻസ് ഉണ്ട് നോക്കുന്നതിനെയാണ് നമ്മൾ പാത്ത് ഡിപ്പെൻഡൻസി. ഇപ്പോൾ ഒരാൾ ഇപ്പം ആളുടെ ഒരു കുട്ടിക്കാലത്തുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും മേ ബി പറയുന്നുണ്ടാവുക. സോ ആളുടെ നെറേറ്റീവ് ആളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അടുത്ത പോയിൻ്റാണ് പീരിയഡൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആൾ പറഞ്ഞിട്ടുള്ള നെറേഷനിൽ ഫേസസുകൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പീരിയഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്യുക. അപ്പം ഒരു കുറേ മുന്നേ സംഭവിച്ച ചൈൽഡ്ഹുഡിൽ സംഭവിച്ചിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം, അങ്ങനെ ഡിഫറെൻറ്റ് പീരിയഡ്സുകളായിട്ട് മീനിങ് ഫേസസ് ആയിട്ട് അല്ലെങ്കിൽ പീരിയഡ്സുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് പീരിയഡൈസേഷൻ എന്ന് പറയുക. അടുത്താണ് ഹിസ്റ്റോറിക്കൽ കണ്ടിജൻസി. ഇവിടെ നമ്മൾ മെയിൻലി അനലൈസ് ചെയ്യുന്നത് കൺസിഡേഴ്സ് ഹൗ സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇൻഫ്ലുവൻസ് നെറേറ്റീവ്സ്. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എലമെൻസിൽ നെറേറ്റീവ്സിന് എന്തിനെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൂൾസുകളാണ് മെയിൻലി നമ്മൾ, അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് കോമ്പണൻസ് ആണ് മെയിൻലി നമ്മൾ നെറേറ്റീവ് അനാലിസിസിൽ ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരാളെ ഓട്ടോബയോഗ്രഫിയൊക്കെ അനലൈസ് ചെയ്യുന്നത്, സ്റ്റോറീസ് ഒക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നെറേറ്റീവ് അനാലിസിസിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ റിസർച്ചർ സ്റ്റഡിങ് ദ എക്സ്പീരിയൻസ് ഓഫ് എ റെഫ്യൂജീസിനെ വെച്ചിട്ട് നമ്മൾ ഒരു റിസർച്ചർ ഒരു സ്റ്റഡി നടത്തുകയാണ്. എന്താണ്, മൈറ്റ് അനലൈസ് ദെയർ പേഴ്സണൽ സ്റ്റോറീസ്, ഓരോ റെഫ്യൂജീസിൻ്റെയും പേഴ്സണൽ സ്റ്റോറീസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു മെയിൻലി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മൈഗ്രേഷൻ, അവരുടെ മൈഗ്രേഷൻ ജേണി. റെഫ്യൂജീസ് എന്ന് പറയുമ്പോൾ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണല്ലോ. സോ അവരുടെ മൈഗ്രേഷൻ ജേണി എങ്ങനെയായിരുന്നു, ചലഞ്ചസ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഹോപ്പുകൾ. അപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും, സ്റ്റോറീസ് ആയിരിക്കും അവിടെ പറയുന്നുണ്ടാവുക. സോ അങ്ങനെ അവരുടെ ആ ഒരു സ്റ്റോറീസ് അനലൈസ് ചെയ്യുകയാണ് റിസർച്ചർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ നെറേറ്റീവ് അനാലിസിസ്. നെക്സ്റ്റ് വൺ ഈസ് ഹെർമന്യൂട്ടിക് അനാലിസിസ്. ഹെർമന്യൂട്ടിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ടെക്സ്റ്റുകൾ, ഇവൻസുകൾ അല്ലെങ്കിൽ അതിലുള്ള സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ അതിലുള്ള ഹിഡൻ ആയിട്ടുള്ള മീനിങ്സും കാര്യങ്ങളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെർമന്യൂട്ടിക് അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ബിബ്ലിക്കലായിട്ടുള്ള ടെക്സ്റ്റുകൾ, ഇപ്പം റിലീജിയസ് ടെക്സ്റ്റുകൾ, സ്ക്രിപ്റ്റ്സുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ട് അല്ലെങ്കിൽ അതിലുള്ള ഇവൻസുകൾ വായിച്ചിട്ട് അതിലുള്ള എന്തെങ്കിലും ലാംഗ്വേജ് എക്സ്പ്രഷൻസൊക്കെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിൻ്റെ അണ്ടർലൈൻ മീനിങ്സ്, ഇപ്പോൾ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും മീനിങ് ഉണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക. അതിൻ്റെ മീനിങ്സൊക്കെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് ഹെർമന്യൂട്ടിക് അനാലിസിസ് എന്ന് പറയുക. അപ്പോൾ യൂഷ്വലി അത് ഹ്യൂമാനിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു അനാലിസിസ് മെത്തേഡാണ് ഹെർമന്യൂട്ടിക് അനാലിസിസ്. ഹ്യൂമാനിറ്റീസിൽ നിന്നും റൂട്ട് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടേൺ ടെക്സ്റ്റുകളിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ദെൻ ഹെർമന്യൂട്ടിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ സീക്സ് ടു അറൈവ് അറ്റ് എ വാലിഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ മീനിങ് ഓഫ് എ ടെക്സ്റ്റ്. അപ്പോൾ ആ ടെക്സ്റ്റിലുള്ള മീനിങ്ങിന് നമ്മളൊരു വാലിഡ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുകയാണ്. സോ ഹെർമന്യൂട്ടിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ സീക്സ് ടു അറൈവ് അറ്റ് എ വാലിഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മീനിങ് ഓഫ് ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിലുള്ള കണ്ടൻറ്റുകൾ ഒരു വാലിഡ് ആയിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുന്നതിനെയാണ് ഹെർമന്യൂട്ടിക് അനാലിസിസ് എന്ന് പറയുക. സോ വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഹെർമന്യൂട്ടിക് അനാലിസിസ്? ഒന്നെന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മീനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ടെക്സ്റ്റിൽ ഹിഡൻ ആയിട്ട് ടെക്സ്റ്റിലുള്ള കാര്യങ്ങളുടെ മീനിങ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. സോ അവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് 2 ആസ്പെക്റ്റിൽ എക്സ്പ്ലോർസ് ബോത്ത് സബ്ജക്റ്റീവ്, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ആൻഡ് ഒബ്ജക്റ്റീവ് യൂണിവേഴ്സൽ മീനിങ് ഓഫ് ദി ടെക്സ്റ്റ് ഓർ ആക്ഷൻ. നമ്മളിപ്പം എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് 2 ലെവൽസിലൂടെയാണ് അനാലിസിസ് നടക്കുക. ഒന്ന് സബ്ജക്റ്റീവ് ലെവലിൽ, ഇൻഡിവിജ്വൽ ലെവലിൽ എങ്ങനെയാണ് അതിൻ്റെ അനാലിസിസ് ഒരാൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ലെവലിലുള്ള ഒരു അനാലിസിസും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള യൂണിവേഴ്സലി അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതും, ഇപ്പം ഒരാളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് യൂണിവേഴ്സലി അതിൻ്റെ ടെക്സ്റ്റിൻ്റെ മീനിങ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ആക്ഷൻസിൻ്റെ മീനിങ് എന്താണെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുക. ലാറ്റൻറ്റ് സ്ട്രക്ചർ ഓഫ് മീനിങ്, ഇപ്പോൾ നമ്മൾ പല ടെക്സ്റ്റുകളിലും ഹിഡൻ ആയിട്ടുള്ള കുറേ ലാറ്റൻ്റ് ആയിട്ടുള്ള
അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിഡൻ ലേറ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിലുള്ള ഹിഡൻ ആയിട്ടുള്ള ഇപ്പോൾ പല ടെക്സ്റ്റുകളിലും പല മുന്നേയുള്ള പല റെനോൺസൻസിൻ്റെ ഒക്കെ കാലത്തുള്ള പല ടെക്സ്റ്റുകളിലും ഹിഡൻ മീനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് വായിച്ചാൽ ഇപ്പോൾ സർഫസ് ലെവലിൽ വായിച്ച് നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ അതിൽ ഹിഡൻ ആയിട്ട് ഇംപ്ലിസിറ്റ് ആയിട്ട് ഒരുപാട് മീനിങ്സ് പോർട്രേ ചെയ്തിട്ടുണ്ടാകും. സോ ആ മീനിങ്സ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ഒബ്ജക്റ്റീവ് ഹെർമെന്യൂട്ടിക്സ്. അതായത് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഭയങ്കര സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു വാലിഡ് ലൈക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ദാറ്റ് ഈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോന്നും നോക്കി ഒബ്ജക്റ്റീവ് അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ഫോമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അനലൈസ് ചെയ്യുന്നുണ്ടാവുക. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വിച്ച് ഇസ് സയൻറ്റിഫിക് ഇൻ നേച്ചർ ഇൻ ഓർഡർ ടു എൻഷുർ വാലിഡ് ഇൻ്റർപ്രിട്ടേഷൻ. സോ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ടാവുക. സോ ഇങ്ങനെ നമ്മളൊരു ഒബ്ജക്റ്റീവ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹെർമെന്യൂട്ടിക്സിനെ ഒബ്ജക്റ്റീവ് ഹെർമെന്യൂട്ടിക്സ് എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടാറുണ്ട്. സോ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ അതായത് ഹെർമെന്യൂട്ടിക്സിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് വായിക്കുന്നു, അതിലുള്ള മീനിങ്സ് ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ള മീനിങ്സ് ഹിഡൻ ആയിട്ടുള്ള മീനിങ്സ് കണ്ടുപിടിക്കുന്നു. എക്സ്പ്ലിസിറ്റ് ആയിട്ടും അതേപോലെ തന്നെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള അതായത് ഒവേർട്ടായിട്ടും കൊവേർട്ടായിട്ടുള്ള മീനിങ്സുകളും നമ്മളിവിടെ കണ്ടുപിടിക്കുന്നുണ്ടാവും. ആൻഡ് നമുക്ക് ഒന്നും കൂടെ കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റിൽ നമുക്ക് ഡാറ്റേനെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തിട്ട് ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ ഹെർമെന്യൂട്ടിക്സ്. നമ്മൾ പറഞ്ഞു റിലീജിയസ് ടെക്സ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനലൈസിങ് എ പാർട്ടിസിപ്പൻസ് ഡയറി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ പെർസീവ് പേഴ്സണൽ ഗ്രോത്ത് ആഫ്റ്റർ ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ് സച്ച് ആസ് സർവൈവിങ് നാച്ചുറൽ ഡിസാസ്റ്റർ. അതായത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഫേസ് ചെയ്യുന്നതിന് ശേഷം ഫേസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിസിപ്പൻറ്റിൻ്റെ ഡയറി നോക്കിയിട്ട് നമ്മൾ അവരുടെ പേഴ്സണൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. സോ അപ്പോൾ ആ ഡയറി എന്നുള്ളത് ഒരു ടെക്സ്റ്റാണ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റാണ്. സോ അത് നമുക്ക് ഹെർമെന്യൂട്ടിക് അനാലിസിസിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് എത്തനോ മെത്തഡോളജി ആൻഡ് കൺവേഴ്സേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ എത്തനോ മെത്തഡോളജി കൺവേഴ്സേഷൻ അനാലിസിസും എന്താണെന്നുള്ളത് നോക്കാം. എത്തനോ മെത്തഡോളജി അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹാരോൾഡ് ഗാർഫിങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മെയിൻലി ദ സ്റ്റഡി ഓഫ് ദ മെത്തേഡ്സ് ആൻഡ് is the study of the methods and practices individuals use to make sense of function within their daily lives. അപ്പോൾ നമ്മൾ പൊതുവേ ഡെയിലി ലൈഫിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിലുള്ള നമ്മൾ കുറേ കമ്മ്യൂണിക്കേഷൻസും പ്രാക്ടീസസും ഒക്കെയാണ് അല്ലെങ്കിൽ കുറേ ആക്ഷൻസും ബിഹേവിയേഴ്സും ആണ് നമ്മളിവിടെ എത്തനോ മെത്തഡോളജിയിലും കൺവേഴ്സേഷൻ അനാലിസിസിലും അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, എത്തനോ മെത്തഡോളജി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മെയിൻലി ഫോക്കസ് ഓൺ ഹൗ സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ റൂൾസ് അല്ലേ, ആൻഡ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ആർ ഡെവലപ്ഡ്, മെയിൻറ്റെയിൻഡ് ആൻഡ് മോഡിഫൈഡ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ തിയേറ്ററിൽ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈന് കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മളൊരു ലൈന് കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, സോഷ്യൽ നോംസ് റൂൾസുകൾ നമ്മൾ എങ്ങനെയാണ് ഒബേ ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ആ ഒബ്സർവ് ചെയ്ത് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ അതൊരു എത്തനോ മെത്തഡോളജി അനാലിസിസ് ആയിട്ട് നമ്മൾ പറയാൻ പറ്റും. എത്തനോ മെത്തഡോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ നോംസ് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള റൂൾസുകളും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഓരോരുത്തർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നുണ്ടാവുക. സോ എവറിഡേ ലൈഫ് ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റുട്ടീൻ വർക്ക് എഫക്റ്റീവ്. സോ നമ്മൾ എവറിഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എവറിഡേ ലൈഫിലുള്ള കമ്മ്യൂണിക്കേഷൻസും റുട്ടീൻ വർക്ക്സുകളും കാര്യങ്ങളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുക. സോ വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് എത്തനോ മെത്തഡോളജി അപ്രോച്ച് എന്നുള്ളത് നോക്കാം. ഫോക്കസ് ഓൺ എവറിഡേ ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ റുട്ടീൻ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ സോഷ്യൽ നോംസ്. അപ്പം എങ്ങനെയാണ് ഈ സ്റ്റഡീസ് മെയിൻലി ഹൗ പീപ്പിൾ യൂസ് ഷെയർഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ ടു ക്രിയേറ്റ് സോഷ്യൽ ഓർഡർ. ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണ് സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലുള്ള റൂൾസും പ്രൊസീജിയേഴ്സും എങ്ങനെയാണ് ഓരോരുത്തരും ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മീനിങ്. ദാറ്റ് ഈസ് എക്സ്പ്ലോസ് ഹൗ ഇൻഡിവിജ്വൽസ് ഇൻ്റർപ്രിറ്റ് ആൻഡ് കൺസ്ട്രക്ട് മീനിങ് ഓഫ് സോഷ്യൽ സെറ്റിങ്സ്. അപ്പോൾ ഓരോരുത്തരും ഈ ഒരു സോഷ്യൽ റൂൾസും സോഷ്യൽ സെറ്റിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇവരുടെ ബിഹേവിയർ വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അനലൈസ് ദ സ്ട്രാറ്റജീസ് പീപ്പിൾ യൂസ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ്. റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ഓരോരുത്തരും ഇപ്പോൾ നമ്മൾ റുട്ടീൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഇവർ അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒബ്സർവിങ് ഹൗ പീപ്പിൾ ഫോളോ അൺറിട്ടൺ റൂൾസ് ഇൻ എ ക്യൂ. എക്സാമ്പിൾ വെയിറ്റിംഗ് ഇൻ എ ലൈൻ, ടേക്കിംഗ് ടേൺസ് ടു മെയിൻറ്റെയിൻ ഓർഡർ ഇൻ പബ്ലിക് സ്പേസസ്. പബ്ലിക് സ്പേസിൽ എങ്ങനെയാണ് ഒരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരുടെയുള്ള വെയിറ്റിംഗ് ഒരു ലൈനിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതൊക്കെ നമുക്ക് എത്തനോ മെത്തഡോളജി അനാലിസിസിന് എക്സാമ്പിൾ. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എത്തനോ മെത്തഡോളജി അനാലിസിസ് പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് കൺവേഴ്സേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. കോൺവെർസേഷൻ അനാലിസിസ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാർ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ കോൺവെർസേഷൻ അനാലിസിസ് ഈസ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ നാച്ചുറലി ഒക്കറിങ് കോൺവെർസേഷൻ. അപ്പം ഒരു നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള നാച്ചുറൽ സെറ്റിങ്സിലുള്ള ഈവൻസിൽ അല്ലെങ്കിൽ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വെർബൽ ആൻഡ് നോൺ വെർബൽ ബോത്ത് വെർബൽ കമ്മ്യൂണിക്കേഷനെയും അതേപോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെയും ഇവിടെ എന്ത് ചെയ്യും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾ സംസാരിക്കും, ഇപ്പോൾ ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റും സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റും ഒരു ക്ലയൻറ്റും സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന വെർബൽ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ, ആക്ഷൻസ്, പാരാഫ്രൈസിങ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഉള്ളത് അല്ലെങ്കിൽ ആ ഇവൻറ്റുമായിട്ട് കോണ്ടെക്സ്റ്റുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചറും ആ ഓർഗനൈസേഷനോ പാറ്റേണൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺവെർസേഷൻ അനാലിസിസ് പൊതുവെ ചെയ്യാറുള്ളത്. സോ ഇറ്റ് ഫോക്കസ് ഓൺ ദ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് പാറ്റേൺ ഓഫ് ടാസ്ക് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇൻട്രാക്ഷൻസ് ആർ കൺസ്ട്രക്റ്റഡ്. സോ നമ്മൾ ആ രണ്ടാൾക്കാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ടോക്കിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഒരു വേ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റഡിങ് ഡോക്ടർ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡോക്ടേഴ്സ് പ്രൊവൈഡ് എക്സ്പ്ലനേഷൻ ആൻഡ് ഹൗ പേഷ്യൻ്റ് ആസ്ക് ക്വസ്റ്റ്യൻ അബൌട്ട് ദെയർ ഡയഗ്നോസിസ്. അപ്പോൾ കോൺവെർസേഷൻ അനാലിസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേഷ്യൻറ്റും ഒരു ഡോക്ടറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമുക്ക് കോൺവെർസേഷൻ അനാലിസിസിൽ പറയാൻ പറ്റും. സോ മെയിൻലി നമ്മൾ കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ കോൺവെർസേഷൻ അനാലിസിസിൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഓർഗനൈസേഷനാണ്. അതായത് ഇപ്പോൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റും ഒരു ഡോക്ടറും സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ഓർഡർ എങ്ങനെയാണ്, ഓർഡർ ബിറ്റ്വീൻ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ഇപ്പം ഒരാൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ പേഷ്യൻ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അല്ലെങ്കിൽ ഡോക്ടർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൻ്റെ കണക്ട് ചെയ്തിട്ട് പേഷ്യൻ്റ് സംസാരിക്കുന്നു, അതിനെ മീനിങ് പറയുന്നു. അങ്ങനെ ഒരു ഓർഡർ എങ്ങനെയാണ് നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ആ ഒരു സീക്വൻസ് എങ്ങനെയാണ്. ദെൻ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് സ്റ്റഡീസ് ഹൗ മീനിങ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഇൻട്രാക്ഷൻ. അതായത് ഇപ്പം ഇവർ പറയുന്ന കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ അവിടെയുള്ള കോണ്ടെക്സ്റ്റും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ മീനിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നതാണ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മൈക്രോ ലെവൽ അനാലിസിസ്, അവിടെ ഇപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവിടെ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ഇപ്പോൾ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ഇപ്പം ഒരാൾ സംസാരിക്കുന്ന സമയത്ത് പോസ് ചെയ്യുന്നുണ്ടോ, ഇൻറ്റോണേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വോയിസ് റേസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പാരാഫ്രൈസിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള. അപ്പം ഒരു ഡോക്ടർ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പേഷ്യൻ്റ് സംസാരിക്കുകയാണ്, അപ്പം ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ടോ, ആ ഒരു കോൺവെർസേഷൻ പോസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ആ രീതിയിൽ അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും. സോ അതിനെയാണ് മൈക്രോ ലെവൽ അനാലിസിസ് എന്ന് പറയുക. അടുത്തത് എംപിരിക്കൽ ഡാറ്റ. നമുക്ക് ഇതിനൊക്കെ എന്തുണ്ടാവും, എവിഡൻസ് ഉണ്ടാവും. ഇപ്പം അതിന് ഇപ്പോൾ ഒരു ഡോക്ടർ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ ആവുന്ന സമയത്ത് മേ ബി റെക്കോർഡിങ്സ് ഉണ്ടാവും, അതിൻ്റെ വെർബാറ്റിമും ട്രാൻസ്ക്രിപ്റ്റ്സ് ഒക്കെ നമ്മൾ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ അനാലിസിസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. ദെൻ സിൽവർമാൻ എന്ന് പറയുന്ന 1993 ആളുടെ ഒരു കോൺസെപ്റ്റിൽ 3 ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ അസംഷൻസ് ഓഫ് കോൺവെർസേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് 3 ഡിഫറെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള 3 അസംഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്താണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ടോക്ക് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സീക്വൻഷ്യൽ ഓർഗനൈസേഷൻ, ആ ഓർഡർ എന്താണെന്നുള്ളത്. ആൻഡ് നീഡ് ഫോർ എംപിരിക്കൽ ഗ്രൗണ്ടിങ് ഓഫ് ദി അനാലിസിസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഫീച്ചറിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് സിൽവർമാൻ ഒരു ഡിഫറെൻറ്റ്
ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ അസംഷൻസ് ആളുടെ കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ടെൻ ഹേവ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 4 ഡിഫറെൻറ്റ് സ്റ്റെപ്സുകൾ കോൺവെർസേഷൻ അനാലിസിസ് ജനറലായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് മേക്കിംഗ് റെക്കോർഡിങ്സ് ഓഫ് ദി നാച്ചുറൽ ഇൻട്രാക്ഷൻ. ഇപ്പോൾ ആ ഇൻട്രാക്ഷൻ്റെ ഒരു റെക്കോർഡിങ്സ് നമ്മൾ മേക്ക് ചെയ്യുക. രണ്ടാമത് റെക്കോർഡ് ചെയ്ത ഡാറ്റനെ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുക, ഏതർ വോൾ ഇൻ ഓർ ഇൻ പാർട്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള ഭാഗം അല്ലെങ്കിൽ വോളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ക്രൈബ് ചെയ്യുക. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ ഒരു ഫോണിലൂടെ റെക്കോർഡ് ചെയ്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വെർബാറ്റിംസ് അതേപോലെ റിട്ടേൺ ആയിട്ട് എഴുതുക. ദെൻ അനാലിസിസ് ദ സെലക്റ്റഡ് അനലൈസിങ് ദ സെലക്റ്റഡ് എപ്പിസോഡ്സ്. നമ്മൾ സെലക്ട് ചെയ്ത ആ പാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുക, റിപ്പോർട്ടിംഗ് ദ റിസർച്ച്, നമ്മൾ ആ ഒരു കൺക്ലൂഷൻ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്കോഴ്സ് അനാലിസിസും കൺവേഴ്സേഷൻ അനാലിസിസും അങ്ങനെ കുറച്ച് കണക്ഷൻസ് ഉണ്ട്. എന്നാൽ നമ്മൾ കൺവേഴ്സേഷൻ അനാലിസിസ് പറഞ്ഞ സമയത്ത് ഡെയിലി റൂട്ടീൻസ് അല്ലെങ്കിൽ ഡെയിലി ഇൻട്രാക്ഷൻസ് ഒക്കെ ഉള്ള സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ ഇറ്റ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി എവറി ഡേ കോൺവെർസേഷൻ ബട്ട് ഓൾസോ അതർ സോഴ്സസ് ഓഫ് ഡാറ്റ സച്ച് ആസ് ഇൻ്റർവ്യൂസ്, മീഡിയ റിപ്പോർട്ട്സ്. ഇപ്പോൾ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡെയിലി റുട്ടീൻസുള്ള കോൺവെർസേഷൻസ് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിലെ മീഡിയ റിപ്പോർട്ട്സിലൂടെയൊക്കെയുള്ള ഡാറ്റനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എക്സ്റ്റെൻറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കോഴ്സ് അനാലിസിസിൻ്റെ ഒരു പാർട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് കൺവെർസേഷൻ അനാലിസിസ് പറയാൻ പറ്റും. ഇറ്റ്സ് എലമെൻറ്റ് ഷെയർ മച്ച് വിത്ത് കൺവെർസേഷൻ അനാലിസിസ് ആൻഡ് ദെർഫോർ സം എക്സ്പേർട്സ് സീ കൺവെർസേഷൻ അനാലിസിസ് ആസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിസ്കോഴ്സ് അനാലിസിസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കൺവെർസേഷൻ അനാലിസിസ് ഡിസ്കോഴ്സ് അനാലിസിസിൻ്റെ ഒരു ടൈപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്, ഈ ഇങ്ങനെയുള്ള അപ്പം ഇൻട്രാക്ഷൻസിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെ എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ലാംഗ്വേജ് കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഡിസ്കോഴ്സ് അനാലിസിസ് ഇസ് എ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് റിട്ടൺ, സ്പോക്കൺ ഓർ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഇൻ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിൽ. ഈ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ റിട്ടൺ, സ്പോക്കൺ, വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ്റെ ലാംഗ്വേജ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഈ ലാംഗ്വേജിലുള്ള മീനിങ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിലുള്ള ഈ പാറ്റേൺസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കോഴ്സ് അനാലിസിസിലൂടെ എന്ത് ചെയ്യാം, ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള ആ ഡാറ്റേൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ മീനിങ്സ് എങ്ങനെയാണ് കൺവേ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. മെയിൻലി ഡിസ്കോഴ്സ് അനാലിസിസ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത് ലിംഗ്വിസ്റ്റിക്സ് ഏരിയാസിലെ, ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ, അതുപോലെ തന്നെ സോഷ്യോളജി, സൈക്കോളജി, കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസിലൊക്കെയാണ് കൂടുതലായിട്ടും ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. അടുത്തതാണ് ഡോക്യുമെൻ്ററി ആൻഡ് ടെക്സ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഡോക്യുമെൻ്ററി ആൻഡ് ടെക്സ്റ്റൽ അനാലിസിസിൽ മെയിൻലി ഡോക്യുമെൻ്ററി ആൻഡ് ടെക്സ്റ്റൽ അനാലിസിസ് കണക്ട് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് വേരിയസ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് റിലേറ്റഡ് ടെക്സ്റ്റ് ഈസ് നോൺ ആസ് ഡോക്യുമെൻ്ററി ആൻഡ് ടെക്സ്റ്റൽ അനാലിസിസ്. അതായത് നമുക്കറിയാം കുറേ ഡോക്യുമെൻറ്റ്സിന് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററീസ് അല്ലെങ്കിൽ നിലവിലുള്ള ടെക്സ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുന്നതിനെയാണ് ഡോക്യുമെൻ്ററി ആൻഡ് ടെക്സ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇപ്പം ഡോക്യുമെൻ്ററി അനാലിസിസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ഇൻഡെപ്തായിട്ട് നമ്മൾ പഠിച്ച അതിലുള്ള കണ്ടൻറ്റിൻ്റെയൊക്കെ മീനിങ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിലെന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് അത് റിട്ടൺ ടെക്സ്റ്റുകളാവാം, ഇമേജസ് ആവാം, വീഡിയോസ് ആവാം, ഡോക്യുമെൻ്ററീസ് പോലെയുള്ള റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സുകളാവാം. ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സിന് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്, അതിൻ്റെ മീനിങ്സ് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ഇനി അടുത്തത് ടെക്സ്റ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ മെയിൻലി റിട്ടൺ ആയിട്ടോ
അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെക്സ്റ്റുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, വിഷ്വൽ ടെക്സ്റ്റ് ബുക്കുകൾ, അങ്ങനെയുള്ള ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അപ്പം അതിലുള്ള മീനിങ്സ് എന്താണ് കൺവേ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബുക്സുകൾ അനലൈസ് ചെയ്യുന്നത്, ആർട്ടിക്കിൾസ്, ഇപ്പോൾ ആരുടെയെങ്കിലും സ്പീച്ചസുകൾ, അഡ്വർടൈസ്മെൻറ്റ്, ഫിലിംസ്, ഓൺലൈൻ കണ്ടൻറ്റുകൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ടെക്സ്റ്റൽ അനാലിസിസിന് എക്സാമ്പിളാണ് ഇതൊക്കെ. ഇനി ഫൈനലി നമുക്ക് പറയാനുള്ളതാണ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ അനാലിസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൽ അധികം ഇപ്പോൾ നമ്മൾ SPS പോലെയുള്ള സോഫ്റ്റ്വെയർസോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ല. എങ്കിലും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഇന്നോവേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. ടെക്നോളജിക്കലി കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു മെത്തേഡാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് പ്രോഗ്രാംസിനെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നതാണ് QDA സോഫ്റ്റ്വെയർ, അതായത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ, QDA സോഫ്റ്റ്വെയർസ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളെ കയ്യിലുള്ള ക്വാളിറ്റേറ്റീവ് ഡാറ്റനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് CAQDAS എന്നുള്ളത്. CAQDAS എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ. അപ്പം ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് QDA അല്ലെങ്കിൽ CAQDAS എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഇത്രയാണ് നമുക്ക് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ഇൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി വാട്ട് ആർ ദ സ്ട്രെങ്ത് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആൻഡ് വാട്ട് ആർ ദ വീക്ക്നെസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്നുള്ളത് നോക്കാം. ഇനി എന്താണ് ഫസ്റ്റ് വൺ ഈസ് സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ സ്ട്രെങ്ത് എന്താണ്? ഒബിയസ്ലി ഇറ്റ് പ്രൊവൈഡ്സ് ഇൻ ഡീറ്റെയിൽ ഓർ ഡെപ്ത് അനാലിസിസ് അല്ലേ. അതായത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അനാലിസിസ് പോസിബിളാണ്. അപ്പം നമുക്ക് കറക്റ്റ് അതിൻ്റെ ഡീപ്പർ മീനിങ് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുള്ളതാണ്. ക്രിയേറ്റ്സ് ഓപ്പൺനെസ്, ദാറ്റ് ഈസ് എൻകറേജിങ് പീപ്പിൾ ടു എക്സ്പാൻഡ് ഓൺ ദർ റെസ്പോൺസസ് ക്യാൻ ഓപ്പൺ അപ്പ് ന്യൂ ടോപ്പിക് ഏരിയാസ് നോട്ട് ഇനീഷ്യലി കൺസിഡർ. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ ഒരു സ്കെയിൽസ് ചെയ്യുന്ന സമയത്ത് അവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളൊരു ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂയിലൂടെ ഇപ്പോൾ സെമി സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര ആളെടുത്തൊന്നും ഡാറ്റ കളക്ട് ചെയ്യുക, റെസ്പോണ്ടൻറ്റിനടുത്തൊന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല എന്നുള്ളതാണ്. ദെൻ സ്റ്റിമുലേറ്റ് പീപ്പിൾസ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. എ ഡീറ്റെയിൽഡ് പിക്ചർ ക്യാൻ ബിൽഡ് അപ്പ് അബൌട്ട് വൈ പീപ്പിൾ ആക്ട് ഇൻ സർട്ടൻ വേസ് ആൻഡ് ദെയർ ഫീലിങ്സ് അബൌട്ട് ദീസ് ആക്ഷൻസ്. സോ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിൻ്റെയും ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് നമുക്ക് ഇൻ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ അറ്റംപ്റ്റ് ടു അവോയ്ഡ് പ്രീ ജഡ്ജ്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈ ക്വസ്റ്റ്യൻ എന്തല്ല റെലവൻ്റ് അല്ല. പക്ഷേ ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. സോ അവിടെ ഒരു പ്രീ ജഡ്ജ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളും നമുക്കവിടെ കിട്ടും എന്നുള്ളതാണ്. ഇനി വാട്ട് ആർ ദ വീക്ക്നെസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്? അപ്പോൾ ഇതിൻ്റെ മെയിൻ വീക്ക്നെസ് എന്ന് പറയുന്നത് യൂഷ്വലി നമുക്ക് സാമ്പിൾ സൈസ് കുറവായിരിക്കും. സാമ്പിൾ സൈസ് കുറവായിരിക്കും മാത്രമല്ല കുറേ ടൈം അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം കുറച്ച് സ്മോളർ സാമ്പിൾ സൈസ് ആണെങ്കിലും നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ യൂഷ്വലി ഫീവർ പീപ്പിൾസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലെസ് ഈസി ടു ജനറലൈസ്. സിൻസ് നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ്യൂവർ പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ സ്മോളർ സാമ്പിൾ സൈസ് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോപ്പുലേഷനിൽ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സ്റ്റേണൽ വാലിഡിറ്റി അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. സോ നമുക്ക് ജനറലൈസേഷൻ പോസിബിൾ അല്ല. ജനറലൈസേഷൻ ലെസ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഡിഫിക്കൽട്ട് ടു മേക്ക് സിസ്റ്റമാറ്റിക് കമ്പാരിസൺ. ഫോർ എക്സാമ്പിൾ ഇഫ് പീപ്പിൾ ഗിവ് വൈഡ്ലി ഡിഫറെൻറ്റ് റെസ്പോൺസ് ദാറ്റ് ആർ ഹൈലി സബ്ജക്റ്റീവ്. അതായത്
ഇപ്പോൾ നമ്മൾ ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരാൾ പറഞ്ഞതിൽ നിന്നും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും മറ്റൊരു സബ്ജക്റ്റ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. സോ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു റിസർച്ചറുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ബയാസസും അല്ലെങ്കിൽ ആളുടെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു എന്താണ് റിസർച്ചിൻ്റെ റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ദാറ്റ് ഈസ് ഇപ്പം പല ഡിഫറെൻറ്റ് റെസ്പോൺസും തരുന്ന സമയത്ത് ഹൈലി സബ്ജക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പറയുന്ന ഒരു റെസ്പോൺസ് തന്നെ ആവില്ല മറ്റൊരാൾ പറയുന്നുണ്ടാവുക. അപ്പം നമ്മളെ ഡാറ്റ അനാലിസിസിനെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. മാത്രമല്ല ഇപ്പം ഡാറ്റ അനലൈസ് ചെയ്യുന്ന റിസർച്ചറുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ റിസർച്ചർ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി ഡിപ്പെൻഡൻറ്റ് ഓൺ സ്കിൽസ് ഓഫ് ദ റിസർച്ചർ. അപ്പം ഈ ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് റിസർച്ചറുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പം പല കേസിൽ ഇപ്പം ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒബ്സർവേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സക്സസ്ഫുൾനെസ് എന്ന് പറയുന്നത് റിസർച്ചറുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ അത്രത്തോളം സ്കില്ലുള്ള റിസർച്ചർക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയാണ് ഇതിൻ്റെ വീക്ക്നെസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൽ പറയാനുള്ളത്. ഇപ്പോൾ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് പറയാം. സോ ഇത്രയും ടെക്നിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് നമ്മൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കൂടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിലെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. ഡൗട്ട്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്.